എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ തലേദിവസം തന്നെ ഞങ്ങൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബലൂൺ വീർപ്പിക്കലും പിന്നെ ഗ്ലിറ്ററിങ് പേപ്പർ ചുമരുമൊക്കെ ഒട്ടിച്ച് വെക്കലൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി കുറച്ചുകൂടെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് അവൾക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വൈകിട്ടായിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി അങ്ങനെ റിലാക്സ് ഹോട്ടലിൽ കയറി. അവിടെ നിന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ ലോലിപോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോലിപോപ്പ് സെർവ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫിഷ് മസാലയും പൊറോട്ടയും ഞങ്ങൾ ഓർഡർ ചെയ്തത്. മോള് പിന്നെ നൂഡിൽസ് ഓർഡർ ചെയ്തു. അങ്ങനെ ഫിഷ് മസാല കഴിക്കാൻ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ഹോട്ടലിൽ നിന്ന് ഫിഷ് കറി കഴിക്കാൻ തീരെ ഇഷ്ടമില്ല. ഫിഷിൻ്റെ ഒരു ഐറ്റംസും കഴിക്കുന്നത് ഇഷ്ടമില്ല. അപ്പം ഞാനാണ് ഫിഷ് മീലൊക്കെ മേടിക്കാറുള്ളത് ഹോട്ടലിൽ പോകുമ്പോൾ. അങ്ങനെ ഫിഷ് മസാല ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിച്ചപ്പോൾ ഇക്കാക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ടായിരുന്നു. ഐക്കൂറ ഫിഷ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ പ്ലേറ്റൊന്നും കാലിയായത് അറിഞ്ഞില്ല, അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു കറി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ പുറത്ത് കബാബ് ഒക്കെ മസാല പറ്റി ഫ്രീസറിൽ വെച്ചേക്കണം കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു. പിന്നെ ഇവിടെ സൺഡേ ബൊഫേ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 150 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നിട്ടാ പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങളിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. വെള്ളപ്പവും കടലക്കറിയാണ് കഴിച്ചത്. പിന്നെ ഞാനും പഴവും മുട്ടയും പിന്നെ ഒരു മധുരക്കിഴങ്ങുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കൊണ്ടുവന്നു കേട്ടോ. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള തീമായിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലൂവും വൈറ്റും ആണ് കേട്ടോ കേക്കിൻ്റെ കളറും. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കേക്ക് അങ്ങനെ അമ്മാസിൽ ഓർഡർ ചെയ്തിട്ട് ആ കളറിൽ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് മേടിച്ച് പോരുക ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ കരുവന്നൂർ തന്നെയുള്ള ഒരു ടീമാണ് ചെയ്തു തന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പറഞ്ഞ പോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് മോളെ ക്ലാസ്സിലാക്കാൻ വേണ്ടി പോയി. അങ്ങനെ വെറുതെ ഞാനും കൂടി കയറിയിരുന്നതാണ്. എന്തായാലും കാറിനാണ് കൊണ്ടാക്കി കൊടുത്തത്. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. പുറത്ത് നല്ല കത്തണ വെയിലെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അന്നത്തെ ദിവസം. 2 ദിവസം നല്ല വെയിലുണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇനിയിപ്പോൾ എന്താണാവോ മഴ തുടങ്ങണത്. അങ്ങനെ അവളെ ക്ലാസ്സിലാക്കി ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എനിക്ക് പായസം കുടിക്കാനൊരു പൂതി. വീട്ടിൽ പായസം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ആരുമില്ല. മോളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പായസം വെച്ചിട്ട് കാര്യമില്ല. അവൾ തീരെ കുടിക്കില്ല. ഒറ്റ പായസം അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഒരു കടയിൽ നിന്ന് ഞാൻ പായസം മേടിച്ച്. ഞങ്ങൾ മേടിക്കാറുള്ള കടയിൽ നിന്ന് തന്നെ ഗോതമ്പ് പായസം. എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ വീട്ടിൽ വന്ന ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഞാത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പയും മോളും കൊണ്ട് ഡെക്കറേഷനൊക്കെ ചെയ്തത്. ആരും ഫ്രണ്ട്സിനൊന്നും വിളിക്കാനൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ, ആരും ഇല്ല. ഫ്രണ്ട്സും ഇല്ല, ഫാമിലിയും ഇല്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേര് മാത്രമാണ്. പിന്നെ അവളുടെ മൂത്തിത്ത ഫോൺ വിളിക്കും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെ ഞാനൊക്കെയും കൂടിയിട്ട് ലഞ്ച് കഴിക്കാനിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, മോരുകറിയും ചെമ്മീൻ ഫ്രൈ ഒക്കെ ആയിരുന്നു ഇന്നത്തെ ലഞ്ചിന്. പിന്നെ കായുപ്പേരി ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ പച്ചക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പായസം കുടിക്കാൻ വേണ്ടി തുറന്നിട്ട് 1/2 ലിറ്ററിൻ്റെ പായസമാണ് ഞാൻ വാങ്ങിച്ചത്. ഗോതമ്പ് പായസമായിരുന്നു. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ. കണ്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒഴിച്ച് 2 ഗ്ലാസ് പായസം തന്നെ ഉണ്ടാവുള്ളൂ കറക്റ്റ് ഈ ഗ്ലാസ്സിൽ കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന പായസം, ഞാനുണ്ടാക്കുന്ന പായസം എനിക്ക് കുടിക്കാൻ തീരെ ഇഷ്ടം തോന്നില്ല. ഇഷ്ടമല്ല, എനിക്ക് ടേസ്റ്റ് തോന്നില്ല. പക്ഷേ ഇതേപോലെ കല്യാണത്തിനും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കണ പായസം എനിക്ക് കുടിക്കാൻ അതിന് വേറൊരു ടേസ്റ്റ് എനിക്ക് തോന്നണം കേട്ടോ. ഞാൻ വയ്ക്കണ പായസത്തിൻ്റെ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇക്ക പറയും അത് കൂടുതൽ അവരെ വയർപ്പും കാര്യങ്ങളൊക്കെ വീണിട്ടുള്ള ടേസ്റ്റാന്ന് പറയും. എന്നെ കളിയാക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഗ്ലാസ് കുടിച്ചിട്ട് തന്നെ എനിക്ക് മതിയായില്ല. അങ്ങനത്തെ മോള് വന്നു. കേക്കൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കേക്ക് മുറിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എല്ലാം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, കേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു തീം. ബ്ലൂ കളറ്, ബ്ലൂവും വൈറ്റും ആയിരുന്നു. ഡ്രസ്സിന് മാച്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വേറെ സ്ഥലത്ത് എൻ്റെ ക്യാമറ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ വീഡിയോസാണ് ഈ കാണുന്നത്. അപ്പോൾ കാരണം ക്ലോസപ്പിൽ കാണുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞാനത് ക്ലോസപ്പിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഉണ്ടായില്ല. മോളത് വീഡിയോ കോൾ ചെയ്യണുണ്ട്. അപ്പോൾ അവൾക്കാണ് ഫോൺ കാണിച്ചു കൊടുക്കണത്. അപ്പോൾ ഞാൻ ക്യാമറമാനായിട്ട് നിൽക്കണത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ചെറിയ മോൾക്കൊരു കുട്ടിയുണ്ട്, അവൻ ഉറങ്ങായിരുന്നു. അപ്പോൾ അവനൊന്നും കിട്ടിയില്ല. അപ്പോൾ അവർക്ക് അവിടെ പുലർച്ചെ ആവണുള്ളൂ, നേരം വെളുത്ത് വരണുള്ളൂ. അപ്പോൾ മോളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണിപ്പിച്ചിട്ടാണ് കേക്ക് മുറിക്കാന്ന് കാണിച്ചു കൊടുത്തത്. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ സെർവ് ചെയ്തു. പിന്നൊന്നുമില്ല, പിന്നെന്തിട്ടാ, ആരുമില്ല എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത വിഷമമുണ്ട്, ഫാമിലി ഒന്നും ഇല്ലാത്ത വിഷമമുണ്ട്. ആർക്കും ഒഴിവുണ്ടായില്ല. ആരും വിളിച്ചിട്ടും ഫ്രണ്ട്സിനൊന്നും വിളിച്ചിട്ട് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി ആളെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ വരാൻ സൗകര്യമുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് പിന്നെ അത്ര വലിയ ഫങ്ഷനായിട്ടൊന്നും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾ 3 ആളും തന്നെ ഉള്ളൂ. അപ്പോൾ അവൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്താക്ക് കേക്ക് വീഡിയോയിൽ കൂടെ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ഇനി അധികമൊന്നുമില്ല. അപ്പോൾ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പോസിൽ നിന്നിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ആണ് കേട്ടോ ശരിക്കും ക്യാമറയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കാണിച്ചത്. പക്ഷെ ലൈറ്റ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ വെളിച്ചം ഓൺ ചെയ്യാണ്ട് ഈ വെളിച്ചത്തിൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ വെളിച്ചത്തിൽ തന്നെ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.